ഹലോ നിങ്ങൾ സംസാരിക്കും ഞാൻ വേറെ പുതിയൊരു റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയാണ്. ചങ്ങനാശ്ശേരിയിലുള്ള അച്ചായൻ എന്ന് പറഞ്ഞത്. വീണ്ടും ഒരു ഫുഡ് ബ്ലോഗായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്റെ കോൺസെൻട്രേഷൻ പോണു, ഒച്ച വെക്കല്ലേ. വീണ്ടും ഒരു ഫുഡ് ബ്ലോഗായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ വട്ടം നമ്മുടെ ബോസ് ഗ്രാൻഡ് റെക്കമെൻഡേഷൻ പ്രകാരമാണ് നമ്മൾ ഈ അച്ചായൻസ് എന്ന ഹോട്ടലിൽ വന്നിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറയാം. വെറൈറ്റി സാധനങ്ങളുണ്ട് ഈ വട്ടം. ഫസ്റ്റ് തന്നെ നമ്മൾ ഓർഡർ ചെയ്ത ബീഫ് സ്ട്രോഗനോഫാണ്. പിന്നെ അപ്പം, പിന്നെ നൂൽ പൊറോട്ടയും, ഇവിടെ അച്ചായൻ്റെ ഒരു സ്പെഷ്യൽ കറിയും, പിന്നെ ഇവിടുത്തെ ഒരു ചീസി ബീഫ് സ്റ്റേക്കും, അതൊക്കെയാണ് ഓർഡർ ചെയ്തത്. വരുമ്പോൾ കാണിച്ചത്. സോ ഫുഡ് വരട്ടെ. നമ്മൾ ഒഫീഷ്യലി ഫുഡ് ബ്ലോഗറായിട്ട് മാറിയിരിക്കുന്നു. ഇന്നും നമ്മളോടുള്ളവരെയൊക്കെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. വീണ്ടും നമ്മളുടെ ഋഷി നെടുമറമ്പനുണ്ട്. ഇപ്പം നമ്മുടെ ഒഫീഷ്യൽ ഗ്യാങ്ങിലേക്ക് ചേർത്തിരിക്കുന്നു. പിന്നെ പ്രണവ, ബോസ്കി, എന്തൊക്കെയാ പുളിച്ച് നിങ്ങൾ അടിച്ചു വിടുക ഇവിടെ വരെ. ബീഫ് സ്ട്രോഗനോഫിന് ആക്ച്വലി ബീഫ് സ്ട്രോഗനോഫ് റഷ്യൻ ഐറ്റമാണ്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. സാധനം വരും. പറ എന്തോ ചേട്ടൻ എന്തോ കഥ പറയാണ്. ഒത്തിരി പിന്നെ ഇക്കാലത്തൊക്കെ കേൾക്കാൻ ഒരാളെ കിട്ടാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. സോ ഡോണ്ട് വേസ്റ്റ് ടൈം. പറ കേക്കട്ടെ. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, അതെ കഥ പറഞ്ഞു. ദുബായ് അലൈൻ എക്സ്പ്രസ് ഹൈവേയില് ഒരു വൈറ്റ് ലാൻഡ് ക്രൂസർ കാർ ഇങ്ങനെ എരമ്പി പാഞ്ഞുകൊണ്ടിരിക്കാം. ഞാനും 2 അറുപതാണ് വണ്ടിയില്. അറുപതാണ് ഭയങ്കര ഉറപ്പം. ഒരു 200-250 സ്പീഡും. പെട്ടെന്ന് ഇതവനെ ഞാൻ കണ്ടു. വണ്ടിന്റെ തൊട്ട് മുമ്പില് ചവിട്ടാൻ കിട്ടാത്ത ദൂരത്തില് ഒരു ഒട്ടകം ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോവാ. ഞെട്ടിയാ ഞാൻ ഞെട്ടി. പക്ഷെ ഞങ്ങള് ഫ്രണ്ട്സ് പൊതുവെ പോകുമ്പോ ഞങ്ങൾ ഫ്രണ്ട്സ് അല്ല. ഒന്ന് എന്റെ ഫ്രണ്ട്സ് സർക്കിളിൽ ഞങ്ങൾ പൊതുവെ പോകുമ്പോൾ നമ്മൾ 10 പേരുണ്ടെങ്കിലും നമ്മൾ 10 പേര് ഒരു സിംഗിൾ ഡിഷ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അതിന്റെ മറ്റൊരു സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നീ ബീഫ് എടുത്തു, ബാക്കി എല്ലാവരും ബാർബിക്യൂ എടുത്തെങ്കിൽ ആ 9 പേരും അത് ട്രൈ ചെയ്യും. പിന്നെ അവനൊന്നും കിട്ടത്തില്ല. ഞങ്ങൾ ബോയ്സ് മാത്രമേ പോകുന്നതെന്നുണ്ടെങ്കിൽ 10 പേരും ഡിഷ് ഒന്നായിരിക്കും. അതേസമയം നമ്മളുടെ പെൺപിള്ളേരുള്ളപ്പോൾ പെൺപിള്ളേർ ഓരോ ഡിഷാണ് എടുക്കുന്നത്. അവർ ഈക്വലായിട്ട് ഷെയർ ചെയ്തൊക്കെ എടുക്കും. എനിക്ക് നിങ്ങളുടെ അവരത് മാത്രമേ കേട്ടുള്ളൂ. നീയും എന്നെ പോലൊരു മിടുക്കനാ, നിനക്ക് അതിന് സാധിക്കും. സ്പെസിഫിക് നോട്ടുകൾ കണ്ണ് കണ്ടില്ലയോ? അപ്രിസിയേഷൻ ആയിട്ട് ഞങ്ങൾ എടുക്കുന്നുള്ളൂ. അത് ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം അത് എന്നെ സംബന്ധിച്ച് കാണുമ്പോൾ 2 വരിയുള്ളൂ, പക്ഷെ ഞാൻ വന്ന വഴിയിലൂടെ നോക്കുമ്പോൾ അത് ഗ്രേറ്റ് ആണ്. അതുമല്ല ചേട്ടൻ 2 ദിവസം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അതിന് മുമ്പുള്ളൊരു അർജുന വ്യഗ്രതാണ്. ഇന്ന് ഇങ്ങോട്ടാ പോയിട്ട് ചേട്ടന് ഞങ്ങളോട് ഇങ്ങനെ കമ്പനി ആയിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലേ? എന്തെങ്കിലും 2 വാക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്റെ വയസ്സ് ഒരു 5 വയസ്സ് കുറയ്ക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ ചെറിയ സമയം. പക്ഷേ ഞങ്ങളുടെ 5 വയസ്സ് കൂടിയെന്നാണ് ചിക്കൻ ടിക്ക. അപ്പം 5 കൊണ്ട് 5000 പേരെ കൂട്ടണമെന്നാണ്. 5000 പേര് കൂട്ട്. ഇതാണ് ഫിഷ് ടിക്ക. നൂൽ പൊറോട്ട 5 വെച്ചോ കാണിക്കത്തില്ല. എന്നിട്ട് ഇങ്ങോട്ടാണ് പ്ലീസ് ചിക്കൻ സ്റ്റൂ. ബീഫിന്റെ സ്റ്റീക്ക് നല്ല കിടുക്കൻ അപ്പം. നോക്കി ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന, ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന അപ്പം ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. ചിക്കൻ സ്റ്റൂ. നമ്മള് ഈ അച്ചായൻ തന്നെ സ്പെഷ്യൽ കറി അല്ലേ? അത് മാറി ചിക്കൻ സ്റ്റൂ ആയോ? സ്പെഷ്യൽ ഇതാ. ഇതിലേക്ക് കറി ഒഴിച്ച് ഒരു ചൂടും പാലത്ര ചിക്കൻ. ഇതാന്ന് തോന്നുന്നു കേട്ടോ അച്ചായൻ്റെ സ്പെഷ്യൽ പാലത്ര ചിക്കൻ കറി.
പ്ലേറ്റ് എന്ത് പെട്ടെന്ന് ഇതൊക്കെ മാറ്റി പറയുന്നത് നീ ഇവിടെ മകനല്ലല്ലോ സ്റ്റ്യൂ ആണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞു ഇവിടെ തീർത്തിയില്ല. അല്ല സ്റ്റൂ അല്ല, അയ്യോ ശരി. ഓസ്കാൻ എരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എരിയുടെ പ്ലേറ്റ് വെക്കാൻ സ്ഥലമില്ല. എരിയുടെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോസ്കാനാണ്. അതിന് എന്ത് എടാ നമ്മുടെ സ്റ്റേക്ക് എന്ത് ചെയ്യണം? അയ്യോ എൻ്റെ ബീഫ് ഇത് വന്നില്ല. പ്ലേറ്റിൽ നിന്നൊന്നുമില്ല. ഇത് എൻ്റെ പേര് മറന്നു പോയല്ലോ. അതിന് അവിടെ പോയി അതാ കൊള്ളാടാ. ചീസ് എൻ്റെ ഇവിടെ ബ്രോ. ബീഫ് എന്താണ്? ബീഫ് സ്ട്രോഗനോഫ്. അത് അർജുൻ പറഞ്ഞ ബീഫ് സ്ട്രോഗനോഫ് ഇതാണ് സാധനം. പക്ഷെ ഗൂഗിളിനകത്ത് കണ്ട ഫോട്ടോ ഏതാണ്ടൊക്കെ പറഞ്ഞു. അതാ കളർ വ്യത്യാസമുണ്ട്. ഇത് ഇന്ത്യൻ മസാലയാണ് എൻ്റെ ഒരു നിഗമനം. ഇത് തന്നെ ബീഫ് സ്ട്രോഗനോഫ്. അങ്ങനെ തന്നെ നല്ല മുരിഞ്ഞ അപ്പത്തിൻ്റെ ഒരു പീസും നിന്റെ കൂടെ ഇരുന്ന് കഴിക്കുവാണല്ലോ. പിന്നെ നമ്മുടെ ചിക്കൻ സ്റ്റൂ മുക്കി ഒരു പീസിങ് എടുക്കുക. ബീഫ് ടോക്കിന് കൊള്ളാം. ചൈന സ്പെഷ്യൽ തന്നെ. ബീഫ് സ്റ്റൂവും പാലപ്പവും ഓക്കെയാണ്. ഇനി നമുക്ക് ബീഫ് സ്ട്രോഗനോഫ് ഇതാണ്. ടോഗനോഫ് അതിൻ്റെ കൂടെ ഇത് റൈസിൻ്റെ കൂടെ ചേർത്ത് കഴിക്കണം. നമുക്ക് ഒരു പീസ് നോർമലായിട്ട് കഴിച്ചു നോക്കാം. അത് ബീഫിനകത്ത് ഇച്ചിരി കുറച്ചേറെ സോസ് വാരിയിട്ടൊരു ടേസ്റ്റ് ഉണ്ട്. കാരണം ആക്ച്വലി റഷ്യൻ സാധനമാണെന്നാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. എങ്ങനെയുണ്ട് ഒരു റോ ബീഫിൻ്റെ അകത്ത് ഒരു സോസ് അത് തന്നെ. എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ ഇതാണല്ലോ. ചിക്കൻ ടിക്ക കഴിഞ്ഞ ദിവസം കഴിച്ചേക്കാൾ കൊള്ളാം. ഫ്ലേവർഫുള്ളാണ് ചിക്കൻ ചിക്ക. പിന്നെ ഈ അച്ചായൻ്റെ ചിക്കൻ കറി ഉണ്ട്. അതും എന്നോട് മിക്സായി വേറെ വേറെ ടേസ്റ്റായി. അച്ചായൻ്റെ ചിക്കൻ കറി ഇച്ചിരി എരിവാണ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഡിഷിൻ്റെ വിവരങ്ങൾ. പാലപ്പവും ചിക്കൻ സ്റ്റൂ നല്ല പൊറോട്ട കഴിച്ചു. അവിടെ ഞാൻ കഴിച്ചില്ല. ഇല്ല, കിട്ടിയില്ല. കിട്ടിയെന്നൊക്കെ സ്വന്തമായിട്ട് പറയുമോ അവിടെ? പിന്നെ എങ്ങനെ പോസ്റ്റ് കഴിച്ചത് ഈ വട്ടം പണം സ്വന്തമായിട്ട് തൃപ്തിപ്പെടുത്തുമോ അവിടെ? ഇതെങ്ങനെ എടുക്കും? നമ്മളിങ്ങനെ മുറിച്ചെടുക്കണം. ഞാൻ ആ പീസിങ് പ്രണവിൻ്റെ ആ ഒരു വിഷമ മോഹം കാണാം. ബീഫിൻ്റെ സ്റ്റേക്ക് ഇത്രയും ഒരിടത്തും പോയിട്ട് വിജയിക്കുന്നില്ലല്ലോ. പക്ഷേ അതായത് ചീസി സ്റ്റേക്കാണ്, വേറെ സ്റ്റേക്ക് അല്ല. ആണോ? ആ ചീസിൻ്റെ അല്ലല്ലോ സ്റ്റേക്ക്. ആ എന്നാ വേണ്ടവരെടുത്തോ. ആ വന്നപ്പോഴേക്ക് ചീസി സ്റ്റേക്ക്. ഓ, 5 കിട്ടിയായിരുന്നു. വേണമേ കിട്ടിയായിരുന്നു. രോഗത്തിന് കിട്ടിയായിരുന്നോ? അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഫുഡെല്ലാം നല്ല കേട്ടോ. നല്ലൊരു ആംബിയൻസിലൂടെ നമ്മൾ ഇരിക്കുന്നത്. ഞാൻ കഴിച്ചിട്ട് ബാക്കി പറയാം. ഓക്കെ, നടുക്കൂടെ വെച്ചെങ്ങനെ എല്ലായിടത്തും ഡെസേർട്ടൂടെ ഇല്ലാതെ നമുക്കിത് നിർത്താൻ പറ്റത്തില്ല. ഒരു ചെറിയ കുനാഫ 6 പീസായിട്ട് എടുത്തിട്ടുണ്ട്. വീണ്ടും കഴിക്കണമെന്ന് പറയത്തില്ല. ഭയങ്കര മധുരമായി പോവും. മതി, അത്ര മതി. ഇപ്പൊ തന്നെ അറിഞ്ഞൊത്തിരി ഇല്ല, കട്ടിയായിരിക്കും ഇവിടെ, തിക്കായിരിക്കും. അകത്തോ
ഓ മുടിഞ്ഞ മതി. ആ സിറപ്പ് ഇച്ചിരി കൂട്ടി വെച്ചതാ. സംഭവം കൊള്ളാം. ഓക്കെ, ഞാൻ ഈ അച്ചായൻസിൻ്റെ മൊത്തത്തിലുള്ള ഔട്ട്സൈഡ് വ്യൂ ഇൻസൈഡ് വ്യൂ ഒക്കെ ഒന്ന് കാണിക്കാം. ഓക്കെ, ഇതാണ് അച്ചായൻ്റെ വെളിവശം. പുറത്തും സീറ്റുകളുണ്ട്. ഔട്ട്ഡോറായിട്ട് ഇരിക്കാം, ഇൻഡോറായിട്ട് ഇരിക്കാം. ഇതതിൻ്റെ അകവശം. ഇവിടെ ഉണ്ട് കേട്ടോ, വെളിയിലും ഉണ്ട് ഒരു ഷാക്ക് പോലെ ഏതാണ്ട്. അച്ചായൻസ് കഴിച്ചിട്ടിറങ്ങി. പിന്നെ കഴിക്കേണ്ടതൊക്കെ എത്രയും പെട്ടെന്ന്, കാരണം ബോസ് ക്യാൻ കൊള്ളാന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു. ഉടനെ പൂട്ടി പോയത് വാസ്തവമായ ഒരു ഫാക്ടാണ്. വാസ്തവമായ ഒരു ഫാക്ട് അവനായിട്ട് കൊണ്ടുവന്നെങ്കിലും ബോസ് ക്യാൻ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടത് മുങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതെന്ന് പറയുന്നത് നമ്മള് ചങ്ങനാശ്ശേരിയില് ഏതോ സൈഡില് ബൈപ്പാസിൽ വേണ്ട, ബൈപ്പാസിൽ ഹൈവേ എന്ത് ഇത് എന്തോ ഒരു അടൂര് ഫുഡ് ബൈപ്പാസ് പോലത്തെ അത്യാവശ്യം ഇടയിലൊക്കെ ഇറങ്ങും നാളെ. അപ്പൊ അത്രേ ഉള്ളൂ. ഇവിടുത്തെ ഫുഡൊക്കെ അത്യാവശ്യം നല്ലതാണ്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല ആംബിയൻസ്. ഞങ്ങൾ പല പല കറികളായതുകൊണ്ട് ചിക്കൻ സ്റ്റൂവിന് നേരെ അച്ചായൻ്റെ ഒരു എരിയുള്ള ബട്ടർ ചിക്കൻ പോലത്തെ ഒരു കറി, പല പല ടേസ്റ്റ് ആണ്. ഒരു നല്ല സംഭവമല്ല, നല്ല ക്വാളിറ്റി ഉണ്ട് സംഭവത്തിനല്ല. പിന്നെ ഒത്തിരി സാധനങ്ങളുണ്ട് ഇവിടെ ട്രൈ ചെയ്യാൻ. പിന്നെ ഞാൻ പറയാണ്ട് ബീഫിന്റെ എന്താ സാധനം പറയാം, പക്ഷെ അത് ഗൂഗിളിൽ കണ്ട പോലല്ല ഇത് ഇവിടെ. ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു സോസ് കൂട്ടിയെടുത്തൊരു സാധനം, പക്ഷെ അങ്ങനെ അല്ലെന്ന് തോന്നുന്നു. ഗൂഗിളിനകത്ത് വേറെ ടൈപ്പ് പടമാണ് ഞാൻ കണ്ടത്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ബൈ ബൈ പറയാണ് അച്ചായൻസിൽ നിന്ന്, ചങ്ങനാശ്ശേരി നിന്ന്. ഇനി നമുക്കൊരു ചായ കൂടെ കുടിക്കണം. എല്ലാത്തിനും ടേസ്റ്റ് ഞാൻ വിവരിച്ചിട്ടുണ്ട്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. എന്നാ നീ പറ, നിനക്ക് എന്ത് ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാത്തിന്റെ? അതാ അവന്റെ ഉത്തരം. പിന്നെ ഇന്ന് വേണേന് വലിയ ബീഫ് സ്റ്റേക്കിന് അത്ര പീസ് കിട്ടില്ലെന്ന് തോന്നുന്നു. അതിന്റെ ഒരു മടുപ്പ് അവന്റെ മുഖത്ത് കാണുന്നുണ്ട്. ഇനി നമുക്കിന്ന് ഒരു ചായ കൂടെ കുടിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാം. വന്ന വഴി തന്നെ അവസാനം ചായക്കട തേടി ഇങ്ങനെ എത്തി ഒത്തിരി. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഇതുകൊണ്ട് അടുത്ത ഫുഡ് വ്ലോഗുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. പക്ഷെ അടുത്ത ഫുഡ് വ്ലോഗിൽ ഞങ്ങളുടെ അടുത്ത വ്ലോഗിൽ തൊട്ട് ഞങ്ങളുടെ ചേട്ടൻ കാണത്തില്ല, പുള്ളിക്കാരൻ തിരിച്ചു പോവുകയാണ്. അപ്പൊ എല്ലാവർക്കും ബൈ. അടുത്ത വ്ലോഗ് തൊട്ട് പുള്ളിക്കാരൻ കാണത്തില്ല, പോവില്ലേ? ബൈ. പുള്ളിയിലാണ്, അല്ലാതെ കർട്ടനല്ല. ബൈ. ഞാൻ കാണിച്ചത് ഓക്കെ.